എന്റെ കൊച്ചിന്റെ 5000 രൂപയാണ് മോട്ടിച്ചെടുത്തത്. എന്റെ കൊച്ചിന്റെ 5000 രൂപ. എന്റെ കൊച്ചിന്റെ വണ്ടിക്കുറ്റിക്കകത്ത് ഞങ്ങൾ എണ്ണി വെച്ച കാശ് രാത്രിയാവും അവൻ അറിഞ്ഞില്ല ഞങ്ങൾ എണ്ണുന്നത്. ഞങ്ങൾ എണ്ണിയതൊന്നും എണ്ണി വെച്ചതൊന്നും അറിഞ്ഞില്ല. ഞാനും എന്റെ കൊച്ചും കൂടെ എണ്ണിയെല്ലാം വെച്ച് 10,000-10,000 കൂടുതൽ രൂപ എല്ലാം മോട്ടിച്ചെടുക്കാൻ 5000 കൂടുതൽ രൂപ മോട്ടിക്കുന്നു. മുറി എല്ലാരും ഉറങ്ങിയപ്പോ മുറി കയറി മോട്ടിക്കുക കള്ളനാറി. ഇപ്പൊ അവന്റെ ജോലി കഥയുണ്ടാക്കല കഥ. റേപ്പ് കഥ, അങ്ങനെ മറ്റേ കഥ മറിച്ചേ കഥ, ഇങ്ങനെ കഥയുണ്ടാക്കി നടക്കുക ഇപ്പൊ അവനെങ്ങാണ്ട് തെമ്മാടി. ബ്ലോട്ടിംഗ് ഗ്യാസ് വണ്ണം കൂട്ടുന്ന പരിപാടികളാണ്, വണ്ണം വെപ്പിക്കുന്ന പരിപാടികളാണ്. ബ്ലോട്ടിംഗ് ഗ്യാസ് അടി, പിന്നെ കിഡ്നിയിലോട്ട് അടിച്ച് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുക, പിന്നുള്ള പരിപാടിയാ തൈറോയിഡിലോട്ട് സോണിക് സൗണ്ട് വെച്ച് അടിക്കുക. ഈ 3 പരിപാടികളെല്ലാം വണ്ണം കൂട്ടുന്ന ആളുകളുണ്ട്, വണ്ണം തോന്നിപ്പിക്കുന്ന ആളുകൾ. നിമിഷ നേരം കൊണ്ടാണ് ഇവന്മാര് വണ്ണം ഇങ്ങനെ വെപ്പിക്കുന്നത്. നിമിഷ നേരം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ടാ ബ്ലോട്ടിംഗ് ഗ്യാസ് കൊണ്ട് വണ്ണം വെപ്പിക്കുക. സെക്കൻഡ് മതി, സെക്കൻഡ് കൊണ്ട് അങ്ങ് വീർക്കും നമ്മൾ. സെക്കൻഡ് കൊണ്ട് കുമാരോ വിചാരം അവർക്ക് മനസ്സിലാവത്തില്ലെന്ന. സെക്കൻഡ് കൊണ്ട് ക്യാമറയൊക്കെ കണ്ടാലറിയാം വ്യത്യാസം. നിമിഷ നേരം കൊണ്ടാ ലൂസായിട്ടുള്ള ബ്രായൊക്കെ കയറിയ മുറുകുന്നത്. ലൂസ് ബ്രായെല്ലാം കയറിയ മുറുകും. പുതിയ ടെക്നോളജിയാ വണ്ണം. 10ാം ക്ലാസ്സും കുസ്തിയുള്ളവർക്കും എല്ലാം ഇതുവാ എങ്ങനെ വണ്ണം വെക്കുന്നതെന്നല്ല അറിയാം. അതുകൊണ്ടൊന്ന് അടിച്ചു വിടുക, പമ്പടിക്കുന്ന പോലെ അടിക്കുക. സൈക്കിളിനകത്ത് ടയറിനകത്ത് അടിക്കുന്ന പോലെ അടിച്ച് നിറക്കുക അമ്മമാര്. പിന്നുള്ള പരിപാടിയാ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുക. അതിനാണ് കിഡ്നിയിലോട്ട് ലെഫ്റ്റ് സൈഡിലാണ് എന്റെ അടിക്കുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ ലെഫ്റ്റ് സൈഡിനെയാണ് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിനെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്റേത് എന്തുവാന്ന് അറിയത്തില്ല, അത് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാം ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ. പിന്നെ ഇന്നത്തെ പരിപാടിയാ തൈറോയിഡിലോട്ട് സോണിക് സൗണ്ട് വെച്ച് ഇങ്ങനെ തൈറോയിഡ് എല്ലാം ശരിയാക്കുമ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ കുറയ്ക്കുക. അപ്പൊ മെറ്റബോളിസം കുറയും. അന്നേരം ഇങ്ങനെ
അതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടികൾ, കള്ളന്മാർ. ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്നാ എന്റെ വിചാരം. സദാനന്ദ മന്ദിരത്തിൽ ഒരു മോഹൻ സിംഗ് ഉണ്ട്. അവനിങ്ങനെ വൈകിട്ട് ഇങ്ങോട്ട് വരും, പാതിരാത്രിക്കില്ല സമയത്ത് ഇങ്ങനെ വന്ന് കാർ ഇങ്ങനെ ഇടുക, കാർ ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ ഇടുക. KS31B6996 അവന്റെ നമ്പര്. അവയാണെന്ന് പറയത്തില്ല, ഒരു സ്വിഫ്റ്റ് ഡിസയറാ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് അവരുടെ ഡ്രാമയെല്ലാം ഇവിടോട്ട് വരുന്നെന്നുള്ള ഡ്രാമകളാണ്, പല പല ഡ്രാമയാണ്. KS31B6996. അവന്റെ കുറെ ചേട്ടത്തി ഒരു വ്യക്തിയുണ്ട്, അവരും കൂടെ നമ്മുടെ വസ്തു വകയെല്ലാം പിടിച്ചു പറിക്കാൻ നടക്കുക. വസ്തു വകയെ പിടിച്ചു പറിക്കാൻ നടക്കുക ഇവന്റെ ജോലി. പണ്ട് കുറെ ആനന്ദൻ എന്ന് പറയുന്ന സോമരാജൻ, സദാനന്ദത്തിന് സോമരാജന്റെ ചേട്ടൻ ആനന്ദൻ എന്ന് പറയുന്ന അങ്ങേറെല്ലാം വിരല് പതിപ്പിച്ചെടുത്ത് സ്വത്തല്ല, മക്കളില്ലായിരുന്നു അങ്ങേർക്ക്. വിരല് പതിപ്പിച്ചെടുത്ത് പിന്നെ ഇവന്റെ പെണ്ണുമ്പിള്ള ഉണ്ട് ഒരു ലതയെന്ന് പറയുന്നത്. അവളുടെ 3 ആങ്ങളമാരെയാണ് വരുന്നത്. 2 എണ്ണത്തിന് ഇതുപോലെ ഡിവോഴ്സ് ഒക്കെ ചെയ്ത് മുരളി എന്ന് പറയുന്ന ഒരുത്തനെ ഒറ്റയ്ക്കാക്കി അവനെ ശരിയാക്കി. അതുപോലെ പിന്നെ അവന്റെ ഏറ്റവും ഇളയൊരെണ്ണം ഉണ്ടായിരുന്നു സുനില്, അവനെ ഇതുപോലെ അതെല്ലാം ഫ്ലാറ്റിൽ പോയിസ് ഒക്കെ കൊടുത്തെല്ലാം ശരിയാക്കി. ഇപ്പൊ എല്ലാത്തിനെയും കൊല്ല വിളിച്ച് സ്വത്തെല്ലാം എടുത്തുകൊണ്ട് നടക്കുകയുള്ളുമാര്. ക്രിമിനൽ കൂട്ടം ഇപ്പൊ എന്റെ പുറകിൽ നടക്കുക. ക്രിമിനൽ കൂട്ടം ബിജുപി എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട് ഇപ്പം ക്രിമിനൽ കൂട്ടത്തിന്റെ കൂടെ. നമ്മള് ബന്ധം അവരിങ്ങനെ നടക്കുക. അവരെ കണിയാൻകൂട്ടം ഇതുവരെ ഇങ്ങനെ പോവാ, ഇതുപോലെ കഥയുണ്ടാക്കുക ഇങ്ങോട്ട് വരുന്നെന്ന്. അവരിങ്ങോട്ടങ്ങ് ഇവിടൊക്കെ എവിടുത്തെ സ്വത്തല്ല അവനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാ. പോലൊക്കെ അങ്ങ് ഡ്രാമ കാണിക്കുക. ഇവനെ നമ്മൾ ഇവിടെ ഒന്നും കേട്ടിട്ട് പോലും ഇല്ല. കണ്ടു തേണ്ടി ഒരു കണിയാൻ സുബ്രഹ്മണ്യൻ അവന്റെ മലപ്പുറത്തുനിന്നായിട്ട് വന്നത്. അവൻ കൽപ്പകവല്ലി എന്ന് പറയുന്ന അവിടെ ചെക്കാനായിട്ട് ചെത്തി കൊടുക്കുക. നമ്മുടെ വീട്ടിലെ ഭരിക്കണം അവന്. നിങ്ങൾ നടക്കുക. അവനിപ്പോ ഇവിടൊക്കെ ഭരിക്കാനായിട്ട് നടക്കുക. സുബ്രഹ്മണ്യൻ അതിന്റെ ചീത്തവിളി കേട്ടവന്റെ എന്റെ പെണ്ണുപിള്ള ഇങ്ങനെ കഥയുണ്ടാക്കാൻ നടത്തുന്നത്. ഗർഭസ്ഥത നമുക്ക് ഗർഭമാണെന്ന് പറഞ്ഞോണ്ട് ഇവിടെ പോവുക. ഇവിടെ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ സദാനന്ദ മന്ദിരത്തിൽ ഗർഭത്തിനെ ഏതാണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവിടെ പോകുന്നതാണ്. ഗർഭത്തിന് യാത്ര തീർക്കുന്ന ഏതാണ്ടായിട്ട് ഇവിടെ പോകുന്ന പോലെ പോയി ഡ്രാമ കാണിക്കുന്നത്. ഇത് പണ്ട് മുതലേ ഇങ്ങനെ കുറെ ഡ്രാമ നമ്മളെ കൊണ്ട് കാണിക്കുകയായിരുന്നു ജോലി ഇവരുടെ. ഇതുവരെ പറയും എന്നോട് ഇങ്ങനെ പറയും കഥയുണ്ടാക്കൽ ഒരു 300